സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൈമാറി. സീൽ ചെയ്ത കവറിലാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൈമാറിയത്. കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, മൊഴിയെടുക്കൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്ന പരിശോധനകൾ, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതിയെ ബോധിപ്പിക്കുന്നു അന്വേഷണ സംഘം എന്ന് മനസ്സിലാക്കുന്നു. റിപ്പോർട്ടിൽ എന്താണ് ഇപ്പം ഓൾറെഡി എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായിരിക്കും കോടതിയുടെ തീരുമാനം? ഏതു തരത്തിലൊരു അന്വേഷണമായിരിക്കണം ഇനി എന്ന് ഇന്ന് തീരുമാനമുണ്ടാകുമോ? SITയുടെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വരികയും ചെയ്ത സമയത്ത് ഹൈക്കോടതി പ്രത്യേകമായി തന്നെ പറഞ്ഞത് മറ്റാർക്കും നിങ്ങൾ ആൻസറബിൾ അല്ല, നേരിട്ട് ഈ കോടതിയിൽ വന്ന് വിശദാംശങ്ങൾ അറിയിച്ചാൽ മതി എന്നതായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഇടക്കാല അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കുകയും വേണം. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അന്വേഷണം വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇന്നിപ്പോൾ എസ് ശശിധരൻ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക എന്ന് ഇന്നലെ ഹൈക്കോടതി രജിസ്ട്രാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതായിരുന്ന കേസ് ആദ്യം തന്നെ പരിഗണിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റാരും ആ കോടതി മുറിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അഭിഭാഷകരൊക്കെ പുറത്താണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കോടതി ജീവനക്കാരും SIT ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും മാത്രമുള്ള ഒരു കോടതി മുറിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം മുദ്രവെച്ച കവറിൽ ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഇപ്പോൾ ശശിധരന്റെ നേതൃത്വത്തിൽ കോടതിയോട് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവ വളരെ വിശദമായി തന്നെ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് SITക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുവരെ ഉണ്ടായ അന്വേഷണം, ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്, എവിടെയൊക്കെ പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഇവിടെ നിന്ന് ഇത് കൈപ്പറ്റിയ അനന്തഭദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ വിശദമായ രേഖകൾ മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ എവിടെ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക നിഗമനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ SIT ടീമംഗങ്ങൾ കോടതിയെ ബോധിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അടച്ചിട്ട കോടതി മുറിയിലാണെന്ന് ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ ചുമതലയുള്ള രജിസ്ട്രാർ പ്രത്യേകമായി തന്നെ ഒരു ഉത്തരവിറക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബെഞ്ചിൽ ഇന്ന് ആദ്യത്തെ ഐറ്റമായി എല്ലാവരെയും പുറത്താക്കി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്.